ലാസ്റ്റ് വണ്ടിയാണ്. 24/12 മാസം വരെ കമ്പനി വാറണ്ടി നിലവിലുണ്ട്. NRIs വരുമ്പോൾ ഇവിടുത്തെ AMT ഗിയർ ബോക്സ് പറ്റാത്ത ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ ഈ CVT DCT ഗിയർ ബോക്സിനോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. നമ്മളെ പോളോന് DSG ഈ വർഷം ജൂലൈ വരെ വാറണ്ടി ഉള്ള വണ്ടിയാണ്. അലോയ്സ് മാത്രം 85,000 മുതൽ 90,000 രൂപയുടെ അടുത്ത് വരും. GT ലൈൻ്റെ അലോയ്സ് ചെയ്യുമ്പോൾ പക്ക സർവീസ് ഹിസ്റ്ററി ഉള്ള ഒരു ക്ലെയിം പോലും ഇല്ലാത്ത 50,000 കിലോമീറ്ററോടെ വണ്ടിയാണ്. 1.6 എഞ്ചിനാണ്. പക്ഷേ ഇതിൽ ഫുൾ ഫിറ്റിംഗ്സ് ആണ് ത്രൂ ഔട്ട്. സ്വിഫ്റ്റിൻ്റെ മിഡിൽ ഓപ്ഷൻ VXIക്ക് വരുന്ന എല്ലാ ഫീച്ചേഴ്സും വരുന്ന. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ നല്ലൊരു കിടിലൻ കാറുകൾ കിട്ടുന്ന അടിപൊളി ഒരു ഷോറൂമിൽ വന്നിരിക്കുകയാണ്. മെട്രോ കാർസ്. ബ്രോ സുഖല്ലേ? പൊക്കി അടിച്ചില്ലേ? ഓക്കെ. അപ്പോൾ കോഴിക്കോട് ജില്ലയിലാണ് ലൊക്കേഷൻ വരുന്നത്. മാങ്കാവ്, തിരുവണ്ണൂരാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. കോൺടാക്ട് നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്രയോ നാളുകളായിട്ട് നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് മുതൽ നമ്മൾ ചെയ്യുന്ന ഷോറൂമുകളിലൊന്നാണ് മെട്രോ കാർസ്. ഈ ഭാഗത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്ത ഷോറൂമാണ് മെട്രോ കാർസ്. നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ അനുവദിച്ച ഷോറൂം. അതെ, ഈ ഏരിയയിൽ ഫസ്റ്റ് നമ്മൾ ചെയ്തത് അന്നൊക്കെ വെച്ചാൽ പോളോ കാർസിൻ്റെ ഒരു വൻ കളക്ഷൻ ഷോറൂമിൽ പോലും കിട്ടാത്ത സമയത്ത് പോളോ ഇവിടെ സ്റ്റോക്ക് ആയിരിക്കും അല്ലേ? ഇപ്പൊ അതൊക്കെ ട്രെൻഡിങ് ഒക്കെ മാറി. ഇപ്പൊ ഇങ്ങനെ എല്ലാ വണ്ടികളും ട്രെൻഡിന്റെ കൂടെ തന്നെ പോകണം, അല്ലാണ്ട് ശരിയാവില്ല. ഓക്കെ, പോളോ ഉണ്ട് കേട്ടോ, ഇല്ലാന്നല്ല. അപ്പോൾ വണ്ടികളുടെ ക്വാളിറ്റി ഇത് ഞാൻ ഉറപ്പ് തരാം. പിന്നെ വിലകളെന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞാൽ നെഗോസിയേഷൻ നടക്കുന്നതാണ്. പ്രതീക്ഷിക്കാത്ത റേറ്റിനൊക്കെ തന്നെ ഇവിടെ പോകാറുണ്ട്. ചെയ്തു കൊടുക്കും എന്തായാലും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒക്കെ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വിട്ടുപോകരുത്. ബാക്കി നമുക്ക് ഓരോ വണ്ടിയുടെ ഡീറ്റെയിൽ കാണാം. നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഈ സെൽട്ടോസിൽ തന്നെ അങ്ങ് തുടങ്ങാം. KL 30 രജിസ്ട്രേഷനുള്ള കിയയുടെ സെൽട്ടോസ് ആണ്. ന്യൂ ബാഡ്ജിക്കൊക്കെ വരുന്നത് പുതിയ മോഡലായിരിക്കും. പുതിയ മോഡലാണ്. ഏതാ ഇത്? ചെങ്ങന്നൂർ രജിസ്ട്രേഷൻ, 2021 മോഡൽ. ഓക്കെ, സിംഗിൾ ഓണർ HTX വേരിയന്റ്. 21 മോഡൽ എന്ന് പറയുകയാണെങ്കിൽ 12 മാസം ലാസ്റ്റിലേക്കുള്ള വണ്ടിയാണ്. ഇനിയിപ്പോൾ മോഡൽ 21 അപ്പോൾ 21 ലാസ്റ്റ് വണ്ടിയാണ്. 24/12 മാസം വരെ വാറണ്ടി നിലവിലുണ്ട്. ഈ മാസം 12 മാസം, ഈ വർഷം 12 മാസം വരെ വാറണ്ടി കിടക്കുന്ന വേണം. എക്സ്റ്റെൻഡ് ചെയ്യാം. എക്സ്റ്റെൻഡിങ് ഓപ്ഷൻ ചാൻസ് കുറവാണ്. ഞാൻ 2-3 കസ്റ്റമേഴ്സിന് വേണ്ടി ചോദിച്ചായിരുന്നു. 2 വർഷത്തിനുള്ളിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്ന കേസസ് ആണ് നമുക്ക് എക്സ്റ്റെൻഡിങ് ഓപ്ഷൻ ഉള്ളത്. ഈ നിലവിൽ ഇതുവരെയുള്ള വാറണ്ടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, റോഡ് സൈഡ് അസിസ്റ്റൻസ് RC നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. RC നമുക്ക് വേണമെങ്കിൽ റിന്യൂ ചെയ്ത് കൊണ്ടുപോകാം. അങ്ങനെ ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, പിന്നെ അങ്ങനെ എക്സ്റ്റെൻഡഡ് വാറണ്ടിന് ഒരു ആവശ്യം KL ഉണ്ടാവാറില്ല. നല്ല വണ്ടികളാണ്, കംപ്ലൈൻസ് ഇല്ലാതെ പോകാറുണ്ട്. ഇടയ്ക്ക് ഇപ്പം ഞാൻ ഇടയ്ക്ക് റീസെൻ്റ് ആയിട്ട് കണ്ടത് സെൽട്ടോസ് തന്നെ ഈ സ്റ്റിയറിംഗ് മോട്ടറിന് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അതൊക്കെ വാറണ്ടിയിൽ നമുക്ക് ഫ്രീ ആയിട്ട് ക്ലെയിം ചെയ്ത് മാറി കിട്ടും. മെയിനായിട്ട് മേജറായിട്ട് വേറെ ഒന്നും ഉണ്ടാവാറില്ല. ഓക്കെ, എത്ര ഓടി ഇപ്പോൾ? ഇതിപ്പോൾ ഓടിയിട്ടുള്ള കിലോമീറ്റർ 48,000 കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർ, കമ്പനി ത്രൂ ഔട്ട് കമ്പനി സർവീസ് ആണ്. ഇതിലൊരു ക്ലെയിം ഉള്ളത് ബാക്ക് ഡിക്കി റീപ്ലേസ് ഉണ്ട്. ഡിക്കിൻ്റെ ഗ്ലാസ് ഇല്ല, ഡിക്കി മാത്രം. ടെയിൽ ലൈറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല, ഡിക്കി ഡോർ മാത്രം റീപ്ലേസ് ഉണ്ട്. ഇല്ല. പക്ക കമ്പനി സർവീസ് ഹിസ്റ്ററി ഉണ്ട്. നമ്മൾ നോക്കിയതാണ്, ചെക്ക്ഡ് ആണ്. പിന്നെ നമുക്ക് ഏത് കസ്റ്റമർക്ക് ഇവിടെ വരുന്നവർക്ക് ഇവിടെ ഷോറൂം ഉണ്ട്. ഡയറക്റ്റ് കൊണ്ട് അപ്പോൾ HTX ആണ്. ഇതിൻ്റെ മേലെ HTX പ്ലസ് എന്ന് പറഞ്ഞാൽ GT ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ് ഇത്. ഇതിൽ വെന്റിലേഷൻ വരുന്നുണ്ടോ? സീറ്റ് വെന്റിലേഷൻ വരുന്നില്ല. GT ലൈനിൽ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ എയർ ബാഗ് 6 വരും GT ലൈനിലാണ്. ഓക്കെ, ഇതിൽ 2 എയർ ബാഗ് ഉണ്ടാവും. ബാക്കിയുള്ള എല്ലാ ബേസിക് ഫീച്ചേഴ്സും എല്ലാം വരുന്ന വാഹനം തന്നെയാണ്. അലോയ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. 2021 മോഡൽ 48,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഇനി ഈ വർഷം ലാസ്റ്റ് വരെ കമ്പനി വാറണ്ടി നിലനിൽക്കുന്ന വാഹനം എത്ര കൊടുക്കാൻ പറ്റും നമുക്ക്? ഇത് നമ്മൾ ചോദിക്കുന്നത് 15.25 സംസാരിച്ചിട്ട് ചെറിയൊരു നെഗോസിയേഷനിലൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, HTX 2021 48,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വാഹനം. ലോൺ എത്ര കയറുമല്ലേ? ഇത് നമുക്ക് എന്തായാലും ഒരു 13 ലക്ഷം രൂപ വരെയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ 2021 മോഡൽ 48,000 കിലോമീറ്റർ ഓടിയ HTX സിംഗിൾ ഓണർഷിപ്പ് കിയ സെൽട്ടോസ് നിങ്ങൾക്ക് 15,75,000 ചോദിക്കുന്നു. അതിൽ കുറച്ച് തരും. 13 സംതിങ് ലോണും കിട്ടും അല്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ താല്പര്യം കോൺടാക്ട് ചെയ്യാം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. പോളോ വന്നു. പോളോ ഇല്ലാണ്ട് നമ്മൾ കടന്നു പോകരുത് അല്ലേ? മോശമാണ്. അതൊരു എന്താ പറയാ, ദ്രോഹമായി പോകും. അതെ, നിങ്ങൾ എങ്ങനെ വളർത്തിയത് പോളോ തന്നെയാണ്. KL 11 രജിസ്ട്രേഷനുള്ള പോളോ ആണ്. പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. ഇത് 1 ലിറ്റർ ടർബോ PSI ആണ്, മാനുവൽ. ഓക്കെ, ലാസ്റ്റ് സ്റ്റോക്കിലേക്ക് വരുന്ന 20 ഡിസംബർ മാനുഫാക്ചർ ആണ്. 21 രജിസ്ട്രേഷൻ, 1 മാസം. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്.
ഇത് സ്റ്റേജ് 2 ട്യൂണിങ് ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഹാർമോണിക്സ് എന്ന് പറഞ്ഞിട്ട്. അവിടുന്ന് സ്റ്റേജ് 2 ട്യൂൺ ചെയ്ത് കസ്റ്റം ഡൗൺ പൈപ്പ് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ പെർഫോമൻസ് നോർമലി 110 ആണ് BHP വരുന്നത്, 110 BHP ആണ് പവർ വരുന്നത്. ഇത് 140 BHPയിലേക്ക് അപ്പായിട്ടുണ്ട് എന്നുള്ളതാണ് അവർ സിസ്റ്റം അപ്ഡേറ്റ്. അപ്പോൾ എന്തായാലും ഒരു 135 എങ്കിലും മിനിമം നമുക്ക് റോഡ് കണ്ടീഷൻസിൽ BHP പവർ എന്തായാലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വണ്ടിയിൽ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം 34,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. അതിൻ്റെ സർവീസ് ഇപ്പോൾ കമ്പനിയിൽ നിന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി 15,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു വർഷത്തിലോ സർവീസ് ചെയ്താൽ മതി. അത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിലവിൽ ഇൻഷുറൻസ് വാലിഡാണ്. 2025 1-ാം മാസം വരെ കമ്പനി വാറണ്ടി നിൽക്കുന്ന വണ്ടിയാണ്. 25 1-ാം മാസം വരെ. എഞ്ചിൻ സൈഡ് മാത്രമേ അപ്ഗ്രേഡേഷൻ വന്നിട്ടുള്ളൂ, കസ്റ്റമൈസേഷൻ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ പക്ക സ്റ്റോക്ക് കണ്ടീഷനാണ്. സ്റ്റോക്ക് കണ്ടീഷൻ അല്ല. ഓക്കെ, നല്ല ടയേഴ്സും ഉണ്ട്. ഹൈലൈൻ പ്ലസ് അല്ല, ഹൈലൈൻ പ്ലസ് ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. ഓക്കെ, പോളോ എത്ര കൊടുക്കാം നമുക്ക്? നമ്മൾ ചോദിക്കുന്ന 8.5 ചെറിയൊരു മാറ്റം കൂടി വരുത്തി നമുക്ക് കൊടുക്കാം. വണ്ടിയിൽ മാക്സിമം ലോണായിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 6.5 to 7 ലക്ഷം വരെ എന്തായാലും ലോൺ കിട്ടുന്നുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ ഒരു 1.5 ഒക്കെ കണ്ടാൽ ഇറക്കാൻ പറ്റില്ല, 1.5 ലക്ഷം കണ്ടാൽ ഇറക്കാൻ പറ്റുന്നൊരു പോളോ TSI ആണ്. ടർബോ നല്ല പവറാണ്. പവർ കൂട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവരുടെ കോൺടാക്ട് ചെയ്യാം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഹ്യുണ്ടായ് വെന്യൂ KL13 കണ്ണൂർ രജിസ്ട്രേഷനുള്ള വാഹനമാണ്. ടോപ്പൻ്റാണോ? ടോപ്പൻ്റാണ്. സൺറൂഫൊക്കെ കാണുന്നുണ്ട്. പ്ലസ് വെന്യൂ DCT ഓട്ടോമാറ്റിക്, DCT 1 ലിറ്റർ ടർബോ. ഓക്കെ, 1 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരിക. മോഡൽ ഏതാ? 2020 3-ാം മാസം വണ്ടിയാണ്. ഏറ്റവും ടോപ്പൻ്റ് അല്ല, സിംഗിൾ ഓണർ. ഓട്ടോ എത്ര പോയി? ഇപ്പോൾ 30,000 കിലോമീറ്റർ. ഓക്കെ, 3 വർഷം കൊണ്ട് വണ്ടി കൊണ്ടുവന്ന് അപ്പോൾ തന്നെ ബാറ്ററി ഇറങ്ങി, പുതിയ ബാറ്ററി നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് ശരി, ആ ഭാഗത്തേക്കൊന്നും എക്സ്പെൻസ് നോക്കേണ്ട ആവശ്യമില്ല. ഇതുവരെയുള്ള സർവീസ് ഫുള്ള് പ്രോപ്പറാണ്. മേജർ ക്ലെയിംസോ കാര്യങ്ങളോ ഒന്നും വണ്ടിയിലില്ല. ഓടിക്കാനും കാര്യങ്ങളൊക്കെ വണ്ടി സെറ്റാണ്. ഇനി ആ ഒരു DCT ഗിയർ ബോക്സ് എന്ന് പറയുമ്പോൾ 7 സ്പീഡിൻ്റെ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടുമെടുക്കുന്ന കസ്റ്റമേഴ്സിന്. അപ്പം അങ്ങനെ പെർഫോമൻസ് സൈഡും ഈ ഇനിയിപ്പോൾ വീട്ടിൽ ലേഡീസ് അല്ലെങ്കിൽ ഇപ്പോൾ NRIs വരുമ്പോൾ ഇവിടുത്തെ AMT ഗിയർ ബോക്സ് പറ്റാത്ത ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ ഈ CVT DCT ഗിയർ ബോക്സിനോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. നമ്മളെ പോളോൻ്റെ DSG അതുകൊണ്ട് മുകളിലുണ്ട്. അപ്പോൾ ഇതിൽ ടോപ്പൻ്റാണോ? ഇത് ടോപ്പൻ്റെ വണ്ടി. സോറി, ടോപ്പൻ്റെ പറഞ്ഞു. ഇതിൽ മറ്റേ ഇത് വരുന്നുണ്ടോ? എയർ ബാഗ് എത്ര വരുന്നുണ്ട്? എയർ ബാഗ് ഡ്യുവലാണ് വരുന്നത്. അതെ, വെന്യൂവിൽ ഇപ്പോൾ ഇറങ്ങുന്നതിൽ കൂടുതലുണ്ട്. എയർ ബാഗ് 6 ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇപ്പോൾ ഇറങ്ങുന്നതിൽ? ഓക്കെ, ഒരു ഡൗട്ട് ഉണ്ട്, അത് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ എത്ര കൊടുക്കാം പറഞ്ഞോളൂ. ഇത് നമ്മൾ 10 ചോദിക്കുന്നത്. ഒരു 10-30 ലെവലിലൊക്കെ 10,30,000 രൂപയ്ക്ക് 2020 ഹ്യുണ്ടായ് വെന്യൂ ഏറ്റവും ടോപ്പ് ആൻഡ് DCT ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. ഓട്ടോമാറ്റിക്. താല്പര്യമുണ്ട് കോൺടാക്ട് ചെയ്യാം. ലോൺ നമുക്കൊരു 9 ലക്ഷം രൂപ വരെ ഗ്യാരണ്ടി വാങ്ങിക്കൊടുക്കാം. കിട്ടും ഗ്യാരണ്ടി. ഓക്കെ, അടിപൊളി. നമ്മൾ നേരത്തെ പറഞ്ഞ ആയിട്ടില്ലേ DSG വന്ന് GT-ആണ്. KL7 രജിസ്ട്രേഷൻ പോളോ GT. അതെ, 1.2 ലിറ്റർ DSG ഗിയർ ബോക്സിൽ വരുന്ന 7 സ്പീഡ് 1.2 ലിറ്റർ TSI DSG. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇതാണ് ശരിക്കുള്ള പോളോ. ഇവരാണ് പോളോ, ശരിക്കുള്ള പോളോ ഇവരാണ്. ഓക്കെ, 1.2 ലിറ്റർ TSI എഞ്ചിൻ. പക്ക സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. മോഡൽ ഏതാ പറഞ്ഞത്? 2018. ഓക്കെ, ഈ വർഷം ജൂലൈ വരെ വാറണ്ടി ഉള്ള വണ്ടിയാണ്. വാറണ്ടി കറക്റ്റായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോയി. കറക്റ്റ് ത്രൂ ഔട്ട് സർവീസ് ഹിസ്റ്ററി ഉള്ള. അടിപൊളി. ത്രൂ ഔട്ട് സർവീസ് ഹിസ്റ്ററി ഉണ്ടെങ്കിലേ വാറണ്ടി എക്സ്റ്റൻഷൻ കൊടുക്കുള്ളൂ. അത് ഇതുവരെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാ സർവീസും ആപ്റ്റ് കറക്റ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഇനിയില്ല, കറക്റ്റ് ടൈമായി. 7 വർഷമാണ് അതിൻ്റെ. 7 വർഷം വരെയുള്ള ഇതുവരെ എല്ലാം വാറണ്ടിയിലാണ് വണ്ടി ഉണ്ടായിരുന്നത്. ജൂലൈ വരെ വാറണ്ടി ഉണ്ട്. ഇൻ കേസ് ചിലപ്പോൾ എന്തെങ്കിലും ഓഫറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് വേണമെങ്കിൽ 1 ഇയറും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. കറക്റ്റായിട്ട് ചെയ്ത് പോയതിനെ കൊണ്ട്. ഓക്കെ, നോക്കാം. എന്തായാലും സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണോ? സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി. ഫസ്റ്റ് ഓണറും സെക്കൻഡ് ഓണറും വരുന്നത് എറണാകുളത്ത് തന്നെയാണ്. അവിടെ എറണാകുളത്തുള്ള ഷോറൂം തന്നെയാണ്. കറക്റ്റ് സർവീസും പോയിട്ടുള്ള EVM തന്നെയാണ്. ഓക്കെ, മറ്റ് ക്ലെയിമുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. പക്ക ശരിയുള്ള വണ്ടി. ഓക്കെ, നീ ചിന്തിച്ച് നിർത്തുന്നിടത്ത് ഞാൻ ചിന്തിച്ച് തുടങ്ങുന്നുള്ളൊരു ഡയലോഗ് ഉണ്ട് മോഹൻലാലിൻ്റെ. അതുപോലെയാണ് ഇതൊക്കെ വെച്ചിട്ടൊരു ഓവർടേക്കിങ് എന്തൊക്കെ നടക്കുന്നത്. മറ്റേ വണ്ടി നിൽക്കുന്നിടത്തുന്ന ഇതൊരു പോക്ക് ഒന്നും പറയില്ല. ഒന്നുമില്ല, സ്റ്റോക്ക് വണ്ടി മതി. ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ച പോലത്തെ അപ്ഗ്രേഡേഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ കേരള റോഡ്സിന് ഒരു പെർഫോമൻസ് ആയിട്ട് വെച്ച് വണ്ടി നോക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു ബഡ്ജറ്റിന്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. മറ്റേ ഇതിനേക്കാൾ വലിയ സാധനങ്ങൾ വേറെ ഉണ്ട്, അത് ഞാൻ പറയില്ല. ഒരു പോക്കറ്റ് റോക്കറ്റ് അത്രേ ഉള്ളൂ പറഞ്ഞിട്ടു. ഓക്കെ, എത്ര കൊടുക്കാം?
ഇത് നമ്മൾ 9,45 ചോദിക്കുന്നത്. 9,30,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. ഫൈനൽ റേറ്റ് അതെ, 2018 GT/DSi DST ആണ്. അതിലൊരു 7.5 വരെ ലോണും വാങ്ങിക്കൊടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ 9 ലക്ഷം ഫൈനൽ അല്ല, 9.30 ഫൈനൽ. സോറി 9.30 ഫൈനൽ റേറ്റ്. 2018 GT/DSi സ്വന്തമാക്കാം. 7.5 വരെയാ പറഞ്ഞത്? 7 to 7.5 വരെ നമുക്ക് മാക്സിമം അല്ല. ഓക്കെ, അത് 1.5 1.80 വരെയൊക്കെ കണ്ടാൽ രണ്ടിൻ്റെ ഉള്ളിൽ കാണുകയാണെങ്കിൽ ഇറക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള EMI വരുള്ളൂ. പക്ഷേ അതും കറക്റ്റ് കൂട്ടി കഴിഞ്ഞാൽ തീർച്ചയായും അധികം ലോൺ എടുക്കണ്ട കേട്ടോ. അതെ, അടുത്ത വണ്ടിയിലേക്കോ. വാ, വീണ്ടും സെൽട്ടോസ് വന്നിരിക്കുകയാണ്. KL 62 രജിസ്ട്രേഷനുള്ള സെൽട്ടോസ് ആണ്. 64 ചാലക്കുടിയാണ്. 62 എവിടെയാ? 62 എന്ന് പറയുമ്പോൾ റാന്നി. ഉറപ്പാടാ? റാന്നി ഉറപ്പാടാ? കൺഫേം അല്ലേ? ഉറപ്പിക്കാം. പിന്നെന്താ? ഓക്കെ റാന്നിയാണ്. അപ്പോൾ ഇത് പഴയ ബാഡ്ജിങ് വരുന്ന സെൽട്ടോസ് ആണ് അല്ലേ? പഴയ ഷേപ്പാണ്. ഓക്കെ, HTX സെയിം ആണ് അല്ലേ? ഓക്കെ, ഇത് 2020 ലാസ്റ്റ് വണ്ടിയാണ്. ഇതും 48,800 ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഓണർഷിപ്പ് നിലവിൽ സിംഗിൾ ഞാൻ നിൽക്കുന്നത്. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ് ഇത്. അതെ, വർഷം കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ്. പിന്നെ ഇതിൽ GT ലൈനിന്റെ അലോയ്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടയേഴ്സ് 4 പുതിയതാണ്. മറ്റ് മേജർ ആക്സിഡന്റ് ക്ലെയിമുകളൊന്നുമില്ല. ഇതിലും ഒരു ഡോർ റീപ്ലേസ് ഉണ്ട്. പക്ഷേ മേജർ ആയിട്ടുള്ള ക്ലെയിമുകളൊന്നുമില്ല. അത് റൈറ്റ് സൈഡ് ഡ്രൈവർ സൈഡ് ഡോറാണ്. മേജർ ആയിട്ടുള്ള ഒന്നുമില്ല. ഒറിജിനൽ 2020 ഗ്ലാസ് തന്നെയാണ്. ഇതിലും ഹിസ്റ്ററിയിൽ ഈ ഡോർ അല്ലാതെ മറ്റ് ക്ലെയിമുകളോ കാര്യങ്ങളോ ഒന്നും വണ്ടിയിൽ വന്നിട്ടില്ല. ഓക്കെ, അലോയ്സ് മാത്രം 85,000 മുതൽ 90,000 രൂപയുടെ അടുത്ത് വരും GT ലൈനിന്റെ അലോയ്സ് ചെയ്യുമ്പോൾ. ഒറിജിനൽ കമ്പനി തന്നെ ചെയ്തതാണ്. അപ്പം അല്ലാത്ത ചെറിയ ഈ ഫാൻസി ഫിറ്റിങ്സും കാര്യങ്ങളും ഉണ്ടെന്നല്ലാതെ ബാക്കിയൊക്കെ സ്റ്റോക്ക് കണ്ടീഷനിലാണ് വണ്ടി ഉള്ളത്. ഓക്കെ, വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടി സീറ്റിൽ തോളിട്ട് വെച്ചേക്കാരാ ചെയ്യാലോ എന്നുള്ള ലെവലിൽ നമ്മളെ ചാമ്പ. ഇതില് 2025 വരെ എക്സ്റ്റൻഡഡ് വാറണ്ടി ഉണ്ട്. അതെ, എക്സ്റ്റൻഡഡ് വാറണ്ടി എടുത്തിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ 25 വരെ നമുക്ക് വാറണ്ടിനെ പറ്റി ടെൻഷൻ വേണ്ട. പിന്നെ ഇതുവരെയുള്ള സർവീസ് ഫുള്ള് പ്രോപ്പറാണ്. പക്കാ കമ്പനി ഹിസ്റ്ററിയിലുള്ള വണ്ടി. ഓക്കെ ഓക്കെ 2020 48,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് HTX വാഹനം. ഇതപ്പോൾ എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 15-20 ആണ്. 15 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. 15 ലക്ഷത്തിന് നേരത്തെ പറഞ്ഞ 15.25 ആസ്ക് ചെയ്തത്. ഇത് 15 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. സെയിം ഓപ്ഷൻ സെയിം മോഡലൊക്കെയാണ്. ഏകദേശം സെയിം കിലോമീറ്റർ. കളറിൽ മാത്രമുള്ള മാറ്റം, പിന്നെ ബാഡ്ജിങ്ങുള്ള മാറ്റം. അതേ ഉള്ളൂ. പിന്നെ ഇതിന് വാറണ്ടി അഡീഷണൽ ഉണ്ട്. ഇത് അലോയ്സ് GT ലൈൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളതുകൊണ്ട് കോൺടാക്ട് ചെയ്യാം. പുറത്തുനിന്ന് കാണുമ്പോൾ പെട്ടെന്ന് ഒരു GT ലൈനാന്ന് തോന്നുന്നില്ല. ആ ബാഡ്ജിങ് കൂടെ വെച്ചാൽ മുന്നിൽ അവർ റെഡ് ഫിനിഷ് കൂടെ കൊടുത്താൽ ഗ്രില്ല് മാറ്റി ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ്. അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഹോണ്ട അമേസ് 3rd ജനറേഷൻ അമേസ് ആണ്. KL 23 രജിസ്ട്രേഷൻ അമേസ്. പറഞ്ഞു, ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. സൂപ്പർ. CVT ഡീസൽ ഓട്ടോമാറ്റിക് 2021 3-ാം മാസം വണ്ടിയാണ്. പക്ക സർവീസ് ഹിസ്റ്ററി ഉള്ള ഒരു ക്ലെയിം പോലും ഇല്ലാത്ത 50,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 50,000 2021. 50 എന്ന് പറഞ്ഞാൽ 50,900 ആയി. ഞാൻ ഉണ്ടാക്കി പറയുന്നതാണ്. 50,000 സർവീസ് കഴിഞ്ഞതാണ് വണ്ടി. എന്നാൽ പിന്നെ 51,000 പറയാം നമുക്ക് വേണമെങ്കിൽ. ഇനിയിപ്പോൾ എന്തായാലും ആരെയും ടെസ്റ്റ് ഡ്രൈവ് എടുക്കുമ്പോൾ 51 ആവില്ല. 51,000 കിലോമീറ്റർ ഓടിയ 2021 ഡീസൽ ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. ഇതിൽ ഓപ്ഷൻ ഏതാ വരുന്നത്? ടോപ്പ് ഏറ്റവും ഫുൾ ആണ്. അന്നത്തെ ഫുൾ ഓപ്ഷനാണ്. ഡീസൽ തന്നെ ഓട്ടോമാറ്റിക്കലി നല്ല മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണ്. സത്യമായിട്ടും ഏറ്റവും കൂടുതൽ മൈലേജ് ഗ്യാരണ്ടി 22 കിട്ടുന്നുണ്ട്. ഗ്യാരണ്ടി ഓട്ടോമാറ്റിക്കിന് ഗ്യാരണ്ടി 22. അതാണ് ഹോണ്ടയുടെ പ്രത്യേകത. വേറെ വണ്ടി ഉണ്ടാവില്ല അല്ലേ ഓട്ടോമാറ്റിക്? സെൽട്ടോസിലാണെങ്കിലും അല്ലെങ്കിൽ സെൽട്ടോസിനെ വെച്ച് കമ്പയർ ചെയ്യണ്ട. ഡീസൽ ഓട്ടോമാറ്റിക് സെഡാനിൽ വേറെ ഒന്നിനും കവച്ച് വെക്കാനുള്ള ഒരു ഓപ്ഷൻ വണ്ടി കൊടുത്തിട്ടില്ല. സിറ്റിക്ക് പോലും ഇത്ര കിട്ടില്ലല്ലോ. ഇല്ല, സിറ്റിയിൽ ഡീസൽ ഓട്ടോമാറ്റിക് വന്നിട്ടില്ല. ഓട്ടോമാറ്റിക്. പിന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഡിസയർ ഒക്കെ നോക്കേണ്ടി വരും. ഡിസയറിന് ഇത്രയും ബോഡി സേഫ്റ്റിയും കാര്യങ്ങളും ഇല്ല. എങ്കിൽ പോലും ഈ AMT ആണ് ആ ഗിയർ ബോക്സ് വരുന്നത്. CVT അത്രയും ഇത് കിട്ടുന്ന ഒരു സഡാൻ വേറെ ഉണ്ടാവില്ല, മൈലേജ് കിട്ടുന്നത്. ഓക്കെ, എത്ര കൊടുക്കാം? ഇത് നമുക്ക് 11 ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കുക. 11.20 ആണ് ചോദിക്കുന്നത്. 11 ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് ഫൈനൽ ചെയ്ത് കൊടുക്കുക. അതിൽ ടയേഴ്സ് 4 പുത്തം പുതിയ ടയേഴ്സാണ്. ഇട്ടിട്ട് ഒരു 10 കിലോമീറ്റർ തയ്ച്ചു ഓടിയിട്ടില്ല. കൊണ്ടുവന്നേം പാട് മാറ്റി ടയറാണ്. ഇൻഷുറൻസ് 1 വർഷത്തെ പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഒരു 10-30,000 രൂപയുടെ എക്സ്പെൻസ് നമ്മൾ തന്നെ ചെയ്തു കൊടുത്തു. സർവീസ് ഇനി 10,000 കിലോമീറ്ററിലേക്ക് ചെയ്യേണ്ട. എടുക്കുന്ന ആൾക്കാർക്ക് ഒരു 10,000 കിലോമീറ്റർ കഴിയാതെ എക്സ്പെൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ 11 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് 2021 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ്
50,000 കിലോമീറ്റർ 50,000 ഓടിയ ഹോണ്ട എമേസ് സ്വന്തമാക്കാം. റേറ്റ് കുറച്ച് കൂടുതലാണെന്ന് ആൾക്കാർ പറയായിരിക്കും. പക്ഷേ വേറൊരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, ഈ വണ്ടി ഇപ്പോൾ നിലവിൽ ഡീസൽ ഓട്ടോമാറ്റിക് കിട്ടാനില്ല, പെട്രോൾ ഓട്ടോമാറ്റിക്കേ ഉള്ളൂ. ഒന്ന് ഭയങ്കര ബുക്കിംഗ് ഉള്ള വണ്ടിയായിരുന്നു. നിലവിൽ ഈ ഒരു മൈലേജ് വൈസ് വെച്ച് നോക്കുമ്പോഴും ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സിലും കിട്ടാനില്ലാത്തതും അതിൻ്റേതായിട്ടുള്ള മാർക്കറ്റ് പ്രൈസ് വിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ കസ്റ്റമർക്ക് അറിയാം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രൈസ് ഹൈക്ക് ഉണ്ട്. വണ്ടി ലാസ്റ്റ് ഇറങ്ങിയത് 13,85,000 രൂപയ്ക്കാണ് ഓഫർ കഴിഞ്ഞിട്ട് അന്ന് ഇറങ്ങിയത്. ഇപ്പം നിലവിൽ സ്റ്റോക്ക് കിട്ടാനില്ല. അപ്പോൾ നമ്മൾ പെട്രോൾ ഓട്ടോമാറ്റിക്കിൻ്റെ റേറ്റും കമ്പയർ ചെയ്തിട്ട് ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നത് ദയവായിട്ട് പറയുന്നു. ഓക്കെ, നോക്കാം. എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വണ്ടി നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും എടുക്കാം. പക്ഷേ എക്സ്പെൻസ് ഇല്ലാത്ത ഒരു രൂപ എക്സ്പെൻസ് ഇല്ല നിലവിൽ. ഫുൾ കമ്പയർ ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ മാരുതി സുസുക്കി ബലേനോണ് KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വാഹനം. പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. സെക്കൻഡ് ഓണർഷിപ്പ് 2018. സെക്കൻഡ് ഓണർ ഇവിടെ കോഴിക്കോടാണ്. ഫസ്റ്റ് ഓണറാണ് ട്രിവാൻഡ്രം. സീറ്റ വേരിയന്റിൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ, സീറ്റ് കവേഴ്സ്, ആലജം വരുന്ന ഹെഡ്ലൈറ്റ് ലാംപ്സ് കാര്യങ്ങളെല്ലാം പക്ക ചെയ്ത വണ്ടിയാണ്. 62,000 കിലോമീറ്റർ എന്തോ ആണ് ഓടിയിട്ടുള്ളത്. ഫുള്ളിന്റെ തൊട്ട് താഴെ, അന്നത്തെ ടോപ്പിന്റെ തൊട്ട് താഴെ. 2018 മോഡൽ. ഇതിന് 19 മുതൽ ഫേസ് ലിഫ്റ്റ് വന്നു. അപ്പോൾ 19 വരുന്ന വണ്ടിക്ക് പ്രൊജക്ടർ ലൈറ്റ് വരുന്നുണ്ടായിരുന്നു, ഗ്രിൽസ് ചേഞ്ച് ആയി. പിന്നെ ഷേപ്പ് ഒന്നും മാറിയില്ല. ബമ്പർ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഡിഫറൻസ് വന്നു. ഇത് CVT ആണ് ഗിയർ ബോക്സ് വരുന്നത്. കിലോമീറ്റർ 60,000-62,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. കറക്റ്റ് CVT പെട്രോൾ കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കും. അതെ, CVT പെട്രോൾ ഒരു 14 റേഞ്ചിലൊക്കെ മാക്സിമം മൈലേജ് ആണ്. മാക്സിമം അത്രയും കിട്ടുള്ളൂ. ഓക്കെ, എത്ര കൊടുക്കാം? ഇത് നമുക്ക് 720 ചോദിക്കുന്നത്. റൗണ്ട് ആക്കി 7 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 7 lakhs. ഓക്കെ, 2018 സീറ്റ ബലേനോ 7 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഫൈനൽ റേറ്റ് ആക്കി. അതിൽ 6 ലക്ഷം രൂപ വരെ എന്തായാലും ലോണും വാങ്ങി കൊടുക്കാം. ഒരു 1 lakh ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ബലേനോ ഓട്ടോമാറ്റിക് നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും വിളിക്കാം അല്ലേ? അതെ. ഓക്കെ, അടുത്തത് ഹ്യുണ്ടായി ക്രെറ്റയാണ്. KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷനുള്ള വാഹനം. അതെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 മോഡൽ EX വേരിയന്റ് ആണ്. ബേസിന് തൊട്ട് മോഡൽ ആണ് ബേസ്. ഇതിൽ സ്റ്റിയറിംഗ് കൺട്രോൾ, ഫോൾഡിംഗ് ഒക്കെ വരും, അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരും. ഇത് വന്നിട്ട് 2018 മോഡൽ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. പക്ഷേ മദർ ഇൻ ലോന്റെ പേരിൽ നിന്ന് മരോന്റെ പേരിലേക്ക് മാറിയതാണ്. ലോൺ തീർന്നപ്പോൾ ഷിഫ്റ്റ് ചെയ്തതാണ് RC. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടിയിൽ. 40,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. നോർമൽ ഓട്ടാണ്. 37,000 ലാസ്റ്റ് സർവീസ്. പെട്രോൾ 1.6 എഞ്ചിനാണ്. പക്ഷേ ഇതിൽ ഫുൾ ഫിറ്റിങ്സ് ആണ് ത്രൂ ഔട്ട്. ഫ്രണ്ട് ഹെഡ്ലൈറ്റ് ഹാലജൻ ആണ്. DRL വരുന്ന ലൈറ്റ്സ് ആണ് വരുന്നത്. സീറ്റ് കവേഴ്സ് നല്ല പ്രീമിയം ക്വാളിറ്റി സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. പ്ലാറ്റിൻ്റെ അലോയ്സ് ആണ്. ബാക്കിൽ സബ് വൂഫറും കെൻവുഡിൻ്റെ പൈനിയറിൻ്റെ ആംബും സബ് വൂഫറും ഒറിജിനൽ പക്ക വർക്കിംഗ് ആണ്. ഓക്കെ, പിന്നെ റൂഫ് സ്റ്റിക്കറാണ്. അത് ഓരോരോ ഇഷ്ടത്തിന് സ്റ്റിക്കർ ആകുമ്പോൾ ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ ഇപ്പോൾ എടുക്കുന്ന കസ്റ്റമേഴ്സിന് അത് പറിച്ച് കളയണം എന്നാണെങ്കിൽ നമ്മൾ അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്തു തരും. ഞാൻ എല്ലാം അങ്ങനെ തന്നെ വേണമെങ്കിൽ വെക്കാം. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നമ്മളാരും ബുദ്ധിമുട്ടിക്കാത്തടത്തോളം കാലം ആരും വന്നിട്ട് നമ്മളെ കൊണ്ട് ചെറിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് വന്നിട്ട് 8,60,000 രൂപയാണ്. ഓക്കെ, 8.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ലാസ്റ്റ് വണ്ടി കൊടുക്കാം. ഫൈനൽ റേറ്റ് ആക്കി കൊടുക്കാം അല്ലേ? 8,50,000 രൂപയ്ക്ക് ക്രെറ്റ നിങ്ങൾക്ക് സ്വന്തമാക്കാം. EX ആണ്. ഫുൾ ഫിറ്റിംഗ് ഉള്ള വണ്ടിയാണ്, സ്റ്റോക്ക് അല്ല. ഒരു നോർമലി ഒരു വണ്ടി എടുത്തിട്ട് ഇങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ചിന്തിക്കുന്ന കസ്റ്റമേഴ്സിന് ആപ്റ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും മലയാളീസ് പിന്നെ സെൽട്ടോസ് KL9 പാലക്കാട് രജിസ്ട്രേഷനുള്ള വാഹനമാണ്. ഇതും പഴയ ബാഡ്ജിങ് ആണ്. സെയിം ആണോ കാര്യങ്ങളൊക്കെ വരുന്നത്? സെയിം വണ്ടി തന്നെയാണ്. ഇത് 19 മോഡൽ വണ്ടിയാണ്. 19, 20, 21 എല്ലാം ഉണ്ട്. ഇത് 19 മോഡൽ 20 രജിസ്ട്രേഷൻ ആണ്. ഫാൻസി നമ്പറോടെ വരുന്ന പെട്രോൾ വണ്ടിയാണ്. ഫസ്റ്റ് നമ്മൾ 2 വണ്ടിയും ഡീസലായിരുന്നു. എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞില്ല? ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാൻ ചെറുതായിട്ട് പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയില്ല. ഞാൻ നമ്മളത് ഡീസലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ മൈലേജ് എടുത്ത് പറയണ്ടായിരുന്നു നമ്മള്. കസ്റ്റമേഴ്സിന് അറിയാലോ, നമ്മളെ ഷോറൂമിൽ 17 കിട്ടൂല. അതിനൊക്കെ 17-18 എന്തായാലും കിട്ടും. നേരത്തെ കണ്ട 2 വണ്ടിയൊക്കെ കിട്ടും. നേരത്തെ കണ്ട എന്തായാലും ഇതില് നോക്കണ്ട, ഒരു 12, 13, 14 മാക്സിമം. ഒരു ഹൈവേസിലൊക്കെ വരുവാണെങ്കിൽ 15-16 വരെ അത് നമുക്ക് ഇതിൽ കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മീൻസ് ക്ലസ്റ്ററിൽ കാണിക്കുന്നത് 16 കാണിക്കുമ്പോൾ ഒരു 15-16 വരെ നമുക്ക് കിട്ടും. ഓക്കെ,
ഇതിപ്പോൾ എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇതിപ്പോൾ ഓടിയിട്ടുള്ളത് 43,000 കിലോമീറ്റർ ആണ്. ത്രൂ ഔട്ട് സർവീസ് ഉള്ള വണ്ടി, കമ്പനി സർവീസ്. ഇതിന്റെ സർവീസ് ഹിസ്റ്ററി നമ്മുടെ അടുത്ത് PDF ആയിട്ടുണ്ട് ഈ വണ്ടിയുടെ. ബാക്കി രണ്ടിനും നമ്മൾ വോയിസ് കേൾക്കുക. ഇതിന്റെ പക്ക PDF നമ്മൾ എടുത്തിട്ടുണ്ട്. മറ്റേത് എടുത്തു കൊടുക്കാലോ, കസ്റ്റമർ വരാണെങ്കിൽ എടുത്തു കൊടുക്കാൻ പറ്റുമോ? ഇൻ കേസ് അവർക്ക് ഇവിടെ ഇല്ല, സ്ഥലത്തില്ല, അപ്പോൾ നമ്മൾ 2-3 വണ്ടികൾക്ക് അങ്ങനെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതേ വണ്ടികൾ നമ്മൾ ചെക്കപ്പിന് തന്നെ ഇപ്പോൾ ഒരു തിയാഗോ ഇവിടെ സോൾഡ് ആയിട്ടുണ്ട്. ആ വണ്ടിയുടെ സർവീസ് ചെക്കപ്പ്, സർവീസ് ഫുള്ള് പ്രോപ്പറായിട്ട് കമ്പനി കൊണ്ടുപോയിട്ട് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞ പരിപാടി എല്ലാ ബ്രാൻഡിനും ഉണ്ട്. അത് നമ്മൾ ബില്ല് അടച്ച് അത് കസ്റ്റമർക്ക് ഇവിടുന്ന് ഗൾഫിലേക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് വന്ന് നോക്കാനും അറിയില്ല, വൈഫിന് വേണ്ടിയിട്ടാണ് വണ്ടി എടുക്കുന്നത്. അപ്പം അതിന്റെ വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് ത്രൂ ഔട്ട് ചെയ്തു. അതൊന്നും വിഷയമുള്ള കാര്യം. പണ്ടത്തെ ഒരു ട്രെൻഡിങ് ആയിരുന്നു അത്. പണ്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ വെച്ചാൽ കാണാതെ എത്രയോ പേര് ഒരുപാട് പേര് അത്രയും പോളോളോ അങ്ങനെ പോളോ തന്നെ കാണാതെ ഒരുപാട് പേര് ബുക്ക് ചെയ്ത് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് എറണാകുളം, കരുനാഗപ്പള്ളി എവിടേക്കൊക്കെ നമ്മൾ ഡെലിവറി കൊടുത്തിട്ടുണ്ട്. എല്ലാം നമ്മൾ കൊടുത്ത ഒരു വണ്ടി ആരും കുറ്റം പറഞ്ഞ് അങ്ങനെ ഒരു എന്തെങ്കിലും മൈന്യൂട്ട് ആയിട്ടൊരു കംപ്ലൈന്റ് പറഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഏറ്റെടുത്ത നിമിഷം തീർത്തു കൊടുക്കാനേ നമ്മൾ ശ്രമിക്കുള്ളൂ. അപ്പോൾ ഇതിന്റെ പ്രൈസിങ് എങ്ങനെ? ഇപ്പോൾ ഇതിന്റെ പ്രൈസിങ് നമ്മൾ ചോദിക്കുന്നത് 11.5 ലക്ഷം രൂപയാണ്. ഇതിന്റെ ഓപ്ഷൻ പറഞ്ഞില്ല. ഇത് HTX വേരിയന്റ് ആണ്. എല്ലാം സെയിം വേരിയന്റ് തന്നെയാണ്. അപ്പോൾ ഇതിലന്ന് സൺറൂഫ് വരുന്നില്ല അല്ലേ? ബാക്കി ഇല്ല, ഇത് സൺറൂഫ് വരാത്ത വേരിയന്റ് ആണ്. സൺറൂഫ് വരുന്നത് അല്ലാതെ അന്ന് ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. 19 ഉണ്ടാവില്ല ചിലപ്പോൾ. പിന്നെ ഇതിൽ ആകെ ഉള്ള ഒരു ക്ലെയിം ഫ്രണ്ടത്തെ ഗ്ലാസ് ആണ്. അത് റീപ്ലേസ് ചെയ്തേണ്ടത്, അതും ഹിസ്റ്ററിയിൽ കറക്റ്റ് ആയിട്ട് എൻട്രി ഉണ്ട്. ആകെ ഈ വണ്ടിയിൽ ഇത്രയും കാലം കൊണ്ടുള്ള ഒറ്റ ക്ലെയിം എന്ന് പറയുന്ന ഗ്ലാസ് ആണ്. ഒരു ബമ്പർ പെയിന്റ് ടച്ചപ്പിന് പോലും വണ്ടി പോയിട്ടില്ല ഇതുവരെ. അങ്ങനെ ഒരു ടച്ചപ്പ് ഈ വണ്ടിയിൽ ഇല്ല. ഗ്ലാസ് മാറാനുള്ള ഗമ്മും അത് ഒട്ടിക്കാനുള്ള ചാർജസും അത് വ്യക്തമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. ഈ ഡെൻഡേഴ്സിന്റെ ചാർജ്, പിന്നെ ഗ്ലാസിന്റെ ഗമ്മും, ആ ചാർജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. 11 ലക്ഷത്തി എത്രയായിരുന്നു പറഞ്ഞത്? 11.5 ലക്ഷം രൂപയാണ്. 11,50,000 അല്ലേ? ഓക്കെ. ഒരു 10 ലക്ഷം ലോൺ കിട്ടുമോ? ഗ്യാരണ്ടി ആയിട്ട് വാങ്ങി കൊടുക്കാം. ചെയ്യാൻ പറ്റും. HTX വേരിയന്റ് ആയതുകൊണ്ട് എന്തായാലും വാങ്ങി കൊടുക്കും. കിട്ടും. 1.5 ലക്ഷം കണ്ടാൽ നിങ്ങൾക്ക് ഇറക്കാൻ സാധിക്കും. 1.5 വേണ്ട, അതിൽ കുറച്ച് മതി. ചിലപ്പോൾ അതിലും കൂടുതൽ ലോൺ കിട്ടും. ലോൺ കിട്ടുന്ന മാത്രമല്ല, നെഗോസിയേഷൻ ഉണ്ടാവില്ല. എന്തായാലും അവർക്ക് ചെയ്ത് കൊടുക്കല്ലോ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഹ്യുണ്ടായ് i10 ഗ്രാൻഡ് സ്കെയിൽ 7 എറണാകുളം രജിസ്ട്രേഷനുള്ള വാഹനം. പറഞ്ഞോളൂ. അലോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കിയതാണ്. ഒറിജിനൽ അലോയ്സ് ആണ്, ടോപ്പ് എന്നാന്ന് പറയാലോ. സ്പോർട്സ് ആണ്. 2014 ബട്ടൺ സ്റ്റാർട്ട് വരുന്ന സ്പോർട്സ് വണ്ടിയാണ്. 69,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഓണർഷിപ്പ് വരുന്നത് 3rd ആണ്. ഇപ്പോൾ കോഴിക്കോട് രജിസ്ട്രേഷനിലാണ് വണ്ടി. കോഴിക്കോടുള്ള ആളെ പേരിലാണ് വണ്ടിയുള്ളത്. 3rd ഓണർഷിപ്പ് ആണ്. ഇതിൽ ഡോർ റീപ്ലേസ്മെന്റ് ഉണ്ട്. എന്താ? ഏത് ഡോറാ? ലെഫ്റ്റ് സൈഡ് ഫ്രണ്ട് ഡോർ. ഫ്രണ്ട്. അതെ. ഗ്ലാസ് ഒന്നും മാറിയില്ലല്ലോ? ഇല്ല. ഡോർ മാത്രം ഗിയറിൽ ഒടുങ്ങി മാറിയതാ. നമുക്ക് ഫുൾ ഓണിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. എത്ര കൊടുക്കാം ഇപ്പോൾ? ഇത് നമുക്ക് 2.25 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 2014 പുഷ്പട്ട സ്റ്റാർട്ട് വരുന്ന 69,000 കിലോമീറ്റർ. നിലവിൽ കിട്ടില്ല ആ വണ്ടി. ഫുൾ ഓൺ 69. പെട്രോൾ വണ്ടിയാണ്. 69,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ആണ്. ഫുൾ ഓണ് ഗ്യാരണ്ടി വാങ്ങി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഇപ്പം ബാങ്ക് ലോൺ ആണെന്നാണെങ്കിൽ 1-2 വർഷത്തെ കിട്ടുള്ളൂ. നമുക്ക് ഫിനാൻസ് ത്രൂ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ട് 5 വർഷം വരെ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. മാക്സിമം ലോണും കിട്ടുന്നുണ്ട്. മാക്സിമം അല്ല, ഫുൾ ലോൺ മാറി. 2,75,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തം. ഇതിൽ നെഗോസിയേഷൻസ് ഇല്ല. നമ്മൾ മാക്സിമം റേറ്റ് പറഞ്ഞു. 2014 പുഷ്പട്ടറും കാര്യങ്ങളൊക്കെ അലോയ്സ് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ടോപ്പിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ് അന്നത്തെ. 2.25 ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടി എടുത്തോ അല്ലേ? വേറെ പണിയൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഒരു 13-16 റേഞ്ച് മൈലേജ് ഉണ്ടാവും. ഓക്കെ. അടുത്ത വണ്ടി വരും. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം മാരുതി സുസുക്കിയുടെ ഇഗ്നിസ് ആണ്. KL 12. ശരിക്കും വയനാടാണോ കൽപ്പറ്റയാണോ? 12 എന്ന് പറഞ്ഞാൽ ഏതാ വരിക? വയനാടാണോ? വയനാട് RTO ഉണ്ട്. വയനാട് RTO ഉണ്ടല്ലേ? 72, 73 മാനന്തവാടി സുൽത്താൻ ബത്തേരി. പക്ഷേ ഈ RTO ഓഫീസ് ഉള്ളത് കൽപ്പറ്റയിലാണ്. കൽപ്പറ്റയല്ലേ ആസ്ഥാനം? ജില്ലയുടെ ആസ്ഥാനം ശരിക്കും കൽപ്പറ്റയല്ലേ? ആണ്. പക്ഷേ 12 എന്ന് പറഞ്ഞിട്ട് വരുന്നത് വയനാട് എന്നുള്ള പേരിലാണ് പറയാം. ഓക്കെ. വയനാടിനും ഇടുക്കിക്കല്ലേ ആസ്ഥാനം മാറിയത്? അതെ. ബാക്കി എല്ലാ ജില്ലക്കും അതേ ശരിയാണ്. പറഞ്ഞോളൂ. എങ്ങനെയാ ഇത്? 2017 മോഡൽ ഇഗ്നീസ് ഡെൽറ്റ എന്ന് പറയുന്ന വേരിയന്റ് ആണ്. 4 വേരിയന്റിൽ രണ്ടാമത്തെ വേരിയന്റ് മോഡലുള്ള നമ്മുടെ സ്വിഫ്റ്റിന്റെ മിഡിൽ ഓപ്ഷൻ VXIക്ക് വരുന്ന എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഡ്യുവൽ എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾ, സ്റ്റീരിയോ, 4-ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പാണ്. സിംഗിൾ ഓണറുള്ള സമയത്ത് നമ്മൾ തന്നെ ഒരു 2.5 കൊല്ലം മുന്നേ കൊടുത്ത വണ്ടിയാണ്. അപ്പോൾ ഈ കസ്റ്റമർ ഇപ്പോൾ ഒന്ന് വിറ്റ് തരണം എന്ന് പറഞ്ഞ് പാർക്ക് ആൻഡ് സെയിലാണ് നമ്മൾ ഇപ്പോൾ ഏൽപ്പിച്ചാണ്. 4.35 അവർ റേറ്റ് ചോദിക്കുന്നത്. 4.20 ലെവലിലൊക്കെ വണ്ടി പോലും ഒരു 3.5 to 3.25 വരെ ലോൺ വാങ്ങി കൊടുക്കാൻ പറ്റും. മാക്സിമം ലോണും കിട്ടും. അതെ. ഓക്കെ.
3.25 കിട്ടുകയാണെങ്കിൽ 25,000-45,000 രൂപ ഇറക്കാൻ പറ്റുന്ന വാഹനമാണ്. ഒരു 67,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ത്രൂ ഔട്ട് സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഇതിലൊരു ക്ലെയിം ഉള്ളു ബാക്ക് ഡിക്കിയും ബാക്ക് ബമ്പറും. ബാക്ക് ഡിക്കി ബമ്പർ. അതെ. ഓക്കെ. ഗ്ലാസ് മാറിയില്ല? ഇല്ല, ഗ്ലാസ് മാറിയില്ല. ബാക്കിലൊരു കാറ് കൊണ്ട് തട്ടിച്ചതാണ് ചോര ഇറങ്ങുന്ന സമയത്ത്. ഫസ്റ്റ് ഓണർ കയ്യിൽ വെച്ച സംഭവമാണ്. പണ്ടത്തെ സീനാണ്, അല്ലാതെ ഇപ്പോഴുള്ള ഒന്നല്ല. ഇപ്പോഴുള്ള കസ്റ്റമർ കറക്റ്റ് വ്യക്തമായിട്ട് കറക്റ്റ് ഷോറൂമിൽ നിന്നാണ് സർവീസ് ചെയ്ത് പോയിട്ടുള്ളത്. പിന്നെ മാക്സിമം ലോൺ കിട്ടുന്ന നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. ബാക്കി എല്ലാ സൈഡും നോക്കുകയാണെങ്കിൽ ടയർസ് കാര്യങ്ങളുണ്ട്. ഒരു പെർഫോമൻസ് കാറാണ്. അതെ. റെഡ്സിന് ശേഷം മാരുതി അവതരിപ്പിച്ച ഒരു മിനി SUV, സ്റ്റാർട്ടിംഗ് SUV എന്നൊരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്ന വണ്ടിയാണ്. ഒരു പെർഫോമൻസ് കാറാണ്. അതെ. എന്താ പറയുക. ഓക്കെ, അത്രയേ ഉള്ളൂ. മാക്സിമം ലോണും കിട്ടുന്നുണ്ട്. ഇന്നത്തെ അവസാനത്തെ വാഹനം നമ്മൾ കാണിച്ചു കഴിഞ്ഞു അല്ല. ഇനി എപ്പോഴാണ് പുതിയ സ്റ്റോക്ക് കയറാം? നമുക്ക് അല്ലാത്ത വണ്ടികളുണ്ട്, സമയപരിധി കാരണം. ഓക്കെ, വണ്ടികൾ പറയുന്നുണ്ട് കേട്ടോ. കോമ്പാക്ട് SUV ഒരുപാട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ വീഡിയോയിലുണ്ട്, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ ഫാമിലി സർക്കിളിലോ ആരെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു വാഹനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കൈകളിലേക്ക് തന്നെ കൊടുക്കട്ടെ അല്ലേ? ഷെയർസ് അതായിരിക്കും നല്ലത്. അവർക്ക് ഇഷ്ടപ്പെടുന്ന വണ്ടികളുണ്ടെങ്കിലും തീർച്ചയായും. ഓക്കെ, അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ. നമ്മുടെ വാട്സപ്പ് ചാനലിലെ ലിങ്കും ഇൻസ്റ്റാഗ്രാം പേജസിൻ്റെ ലിങ്കും ഒക്കെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അതുകൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അനക് ബ്രോ വളരെ നന്ദി. ഇത്രയും നേരം സഹകരിച്ചതിന് വളരെ നന്ദി. എല്ലാവർക്കും നന്ദി. നമസ്കാരം. ബൈ.